ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1719. ഇന്ന് സെപ്റ്റംബർ മാസം 14-ാം തീയതി 258-ാമത്തെ ദിവസത്തിലെത്തി. സുറിയാനി സഭയെ സംബന്ധിച്ച് ഇത് എത്രയോ വലിയ ഒരു പെരുന്നാൾ ദിനമാണ്. രക്ഷാകരമായ വിശുദ്ധ സ്ലീബാ പെരുന്നാൾ. അവർ അവന്റെ തോളിൽ വെച്ചു കൊടുത്ത നിമിഷം മുതലാണ് കുരിശ് ഭൗമിക തലം വിട്ട് അഭൗമികമായ ഒരു പരിവേഷത്തിലേക്ക് ഉയർത്തപ്പെട്ടത്. ശരിയല്ലേ? ക്രിസ്തുയേശുവിന്റെ തോളത്തേക്ക് അവനെ പിടികൂടിയ ആ ഒരു സംഘം കുരിശെടുത്ത് വെച്ചതോടുകൂടിയാണ് കുരിശിന് മറ്റൊരു പരിവേഷണം ഉണ്ടാവുന്നത്. അന്നുവരെ അത് കേവലം 2 തടിക്കഷ്ണങ്ങൾ ചേർത്ത് നിർമ്മിച്ച അതിക്രൂരമായ ഒരു പീഡനോപകരണം മാത്രമായിരുന്നു. കുരിശ് ചുമത്തപ്പെടുന്ന ആരും ഭീതിയോടെ ഒഴിഞ്ഞു മാറുമായിരുന്നു. അതുകൊണ്ട് നിർബന്ധപൂർവം ബലം പ്രയോഗിച്ച് തോളിൽ വെച്ചു കൊടുക്കേണ്ടി വരും. എന്നാൽ ക്രിസ്തുയേശു ആ കുരിശിനെ ഇറുകിപ്പുണർന്നതോടുകൂടി അന്നു മുതൽ കുരിശ് ശിക്ഷയുടെ അല്ല, രക്ഷയുടെ അടയാളമായി മാറുന്നു. ഭയപ്പാടോടെ അല്ല, പ്രതീക്ഷയോടുകൂടി ആരും ഉറ്റുനോക്കേണ്ട വിശുദ്ധ അടയാളമായി കുരിശ് മാറുകയാണ്. അന്നു മുതലാണ് അത് വിശുദ്ധ കുരിശും സ്ലീബായുമായത്. കുരിശിന്റെ ആകൃതി പോലും സുഹൃതമയമായ പ്രതീകമായി മാറി. കുരിശിന്റെ ആകൃതി നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇങ്ങനെ ഞാനെന്ന് എഴുതുന്നതിന് കുറുകെ ദൈവം വരച്ച വരയാണ്. ഐ എന്ന് ഇംഗ്ലീഷിൽ ഞാൻ. എനിക്ക് കുറുകെ ദൈവമെടുത്ത എന്നെക്കുറിച്ചുള്ള തീരുമാനങ്ങളാണ് സത്യത്തിൽ കുരിശ്. അതിന് എന്തുമാത്രം വിനയത്തോടും നന്ദിയോടും പുഞ്ചിരിയോടും നിർമ്മമതയോടും കൂടി സ്വീകരിക്കേണ്ടതാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കുരിശിന്റെ അടയാളം ദൈവത്തെങ്കിലേക്ക് ഉയർന്ന നിൽക്കുന്ന എന്റെ ശിരസാണ്. പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് കൂട്ടുചേർന്ന ഞാനാണ്. പിന്നെ ഇരുവശങ്ങളിലേക്ക് നീട്ടി വിരിച്ചു പിടിച്ച എന്റെ കൈകളും. ഒപ്പമുള്ള മനുഷ്യരിലേക്ക് തന്നെയാണ് അത് നീണ്ടു നീണ്ടു ചെല്ലുന്നത്. അങ്ങനെയാണ് കുരിശിന്റെ ആകൃതിയും പ്രകൃതിയും പോലും സുഹൃതമയമായി മാറുന്നത്. പ്രഭാതത്തിലേക്ക് മിഴി തുറക്കുന്നത് മുതൽ രാവിലെ മിഴി പൂട്ടുന്നതിന് നേരം വരെ നമ്മൾ എന്തുമാത്രം തവണയാണ് ഇങ്ങനെ കുരിശ് വരയ്ക്കുന്നത്. നെറ്റിയിൽ നിന്ന് നെഞ്ചിലേക്ക്, ഇടത്തെ തോളിൽ നിന്ന് വലത്തെ തോളിലേക്ക്. എല്ലാറ്റിന്റെയും മുൻപും പിൻപും കുരിശിന്റെ അടയാളം അനേകർക്ക് വിശുദ്ധീകരണത്തിന് ആത്മബലത്തിനൊക്കെ ആവുന്നു. കുരിശ് രക്ഷയുടെ അടയാളമാണ്. ഒപ്പം രക്ഷിക്കപ്പെടാനായിട്ട്, ചിലവരെയൊക്കെ ഒന്ന് രക്ഷിച്ചെടുക്കാനായിട്ടുള്ള എന്റെ സന്നദ്ധതയുടെ ഒരു തിരിച്ചറിവും തീരുമാനവും വ്യക്തമാക്കുന്ന ചിത്രവും കൂടിയാണ്. അങ്ങനെയായി മാറട്ടെ സ്ലീബാ പെരുന്നാള്. സകല സങ്കടങ്ങളെയും സകല സഹനങ്ങളെയും ഒക്കെ അതിജീവിപ്പാനായിട്ട് മനുഷ്യപുത്രൻ, ദൈവപുത്രൻ തരുന്ന ആത്മബലത്തിന്റെ പ്രതീകവും കൂടിയാണ്. ആമേൻ.